നമസ്കാരം. ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഗസയിൽ കൊല്ലപ്പെട്ടു. ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന വാഹനം റഫേൽ വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു. അതേസമയം കൊല്ലപ്പെട്ടയാൾ ആരാണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ആളാണെന്നും മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണെന്നും PTI റിപ്പോർട്ട് ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലെ സ്റ്റാഫ് അംഗമായിരുന്നു കൊല്ലപ്പെട്ട ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഗസയിലെ അന്താരാഷ്ട്ര UN ജീവനക്കാർക്കിടയിലെ ആദ്യത്തെ അപകടമാണ് ഇത്. റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ UN വാഹനം ഇടിച്ചുണ്ടായ സംഭവത്തിൽ മറ്റൊരു DSS ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു. UN ഉദ്യോഗസ്ഥർക്കെതിരായ എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നു എന്നും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നും സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. കൊല്ലപ്പെട്ട ജീവനക്കാരന്റെ കുടുംബത്തിന് ഗുട്ടറസ് അനുശോചനം അറിയിച്ചു. ഗസയിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല അടിയന്തര വെടിനിർത്തലിനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുമുള്ള അടിയന്തര അഭ്യർത്ഥന സെക്രട്ടറി ജനറൽ ആവർത്തിച്ചു. അതേസമയം ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് കടക്കുന്നതിനുള്ള റഫ ഇടനാഴി ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ ജീവകാരുണ്യ സഹായം എത്തുന്നത് ഏതാണ്ട് പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്നാണ് ഗസയിലേക്കുള്ള കെരം ശാലോം അതിർത്തി ഞായറാഴ്ച ഇസ്രായേൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. 24 മണിക്കൂറിനിടെ ഗസയിലേക്ക് ഒരു സഹായവും എത്തിയിട്ടില്ല എന്നാണ് യൂണിസെഫിന്റെ റിപ്പോർട്ട്. ഒരു ദിവസത്തേക്കുള്ള ഇന്ധനമേ ഗസയിലുള്ളൂ എന്ന് UN ജീവകാരുണ്യ ഓഫീസ് വക്താവ് ജെൻസ് ലാർക്ക് പറഞ്ഞു. റഫേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ തിങ്കളാഴ്ച ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സൈനിക നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രിസഭ പറഞ്ഞു. റഫയുടെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന 1 ലക്ഷം പേരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ തിങ്കളാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കൂട്ടപലായനം തുടരുകയാണ്. എന്നാൽ ഇസ്രായേൽ ഒഴിയാൻ ആവശ്യപ്പെട്ട പ്രദേശത്ത് 2.5 ലക്ഷം പേരുണ്ടെന്നും അവരിൽ പലരും യുദ്ധം മൂലം മറ്റിടങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയവരാണെന്നും റെഡ് ക്രസന്റ് വ്യക്തമാക്കി. റഫേൽ 12 ലക്ഷത്തോളം പേർ പാർക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. റഫേലെ ഇസ്രായേൽ അധിനിവേശം സഹിക്കാനാവുന്നില്ല എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയിരുന്നു. ഉടൻ വെടിനിർത്താൻ ഇസ്രായേലും ഹമാസും ശ്രമിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗസയിലെ മറ്റിടങ്ങളിൽ ഹമാസിനെ ഏതാണ്ട് ഉന്മൂലനം ചെയ്തതായി പ്രഖ്യാപിച്ച ഇസ്രായേൽ ശേഷിച്ചിരിക്കുന്നവർ തമ്പടിച്ചിരിക്കുന്നത് റഫേലാണെന്നും അവിടെ കരയാക്രമണം കൂടിയേ തീരൂ എന്നും ഏറെ നാളായി പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി റഫേലുണ്ടായ വ്യോമാക്രമണത്തിൽ 27 പേരാണ് മരിച്ചത്. ഗസയിലെ ആകെ മരണം 3789 അതിനിടെ ഞായറാഴ്ച കെരം ശലോമിക്ക് റോക്കറ്റ് അയച്ച് ഇസ്രായേൽ സൈനികരെ വധിച്ച ഹമാസ് ചൊവ്വാഴ്ച ഇവിടേക്ക് റോക്കറ്റ് അയക്കുകയും ചെയ്തു. ഗസയുടെ ഭരണാധികാരികളായ ഹമാസ് തിങ്കളാഴ്ച അംഗീകരിച്ച പുതിയ വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ പ്രധാന ആവശ്യങ്ങളിൽ നിന്ന് ഏറെ ദൂരെയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾക്കായി ഈജിപ്തിലെ കൈറോയിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച കരാറാണ് ഹമാസ് അംഗീകരിച്ചത്. 3 ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാറെന്ന് ഗസയിലെ ഹമാസ് ഉപമേധാവി ഖലീൽ അൽ ഹയ്യ പറഞ്ഞു. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം, സ്ഥിരം വെടിനിർത്തൽ, ഒഴിഞ്ഞുപോയ പലസ്തീൻകാർക്ക് വീടുകളിലേക്ക് മടങ്ങിവരാനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് കരാറിൽ ഉള്ളത്.